മിഷൻ സമുദ്രയുടെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളി കമ്പനി പ്രതിനിധി. ഇതു സംബന്ധിച്ച് ഒരു പ്രപ്പോസലും സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അത്തരം പദ്ധതികൾ പരിഗണനയിലില്ല എന്നും ദേശീയ ദിനപത്രത്തോട് കമ്പനി പ്രതിനിധി വ്യക്തമാക്കി. Now the Tata is ready to invest on shipbuilding. We are going to provide the land to the Tata Group for investing for 10,000 crores investment for shipbuilding. Many other companies are coming. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തിൽ 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടാറ്റ ഗ്രൂപ്പ് അനുമതി തേടിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവകാശവാദം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത്ഭുതപ്പെടുത്തിയെന്ന് കമ്പനി പ്രതിനിധി ഇക്കണോമിക് ടൈംസിനോട് പ്രതികരിച്ചു. ടാറ്റ ഗ്രൂപ്പിന് കപ്പൽ നിർമ്മാണ പദ്ധതിയില്ല. നിലവിൽ സ്റ്റീൽ, ഓട്ടോമൊബൈൽ, IT, വ്യോമയാനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ടാറ്റ ഗ്രൂപ്പ് സജീവമാണെങ്കിലും കപ്പൽ നിർമ്മാണ രംഗത്തേക്ക് നിലവിൽ ആലോചിക്കുന്നില്ലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഒരു പ്രപ്പോസലും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ലെന്നും ടാറ്റ പ്രതിനിധി വ്യക്തമാക്കി. 2047 കപ്പൽ വ്യവസായത്തിൽ ലോകത്തിലെ മികച്ച 5 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ മാറ്റാൻ കേന്ദ്രമന്ത്രിസഭ 69,725 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതികളുള്ളത്. കേരളം അതിൽ ഉൾപ്പെട്ടിട്ടുമില്ല. ഇതിനിടെയാണ് മുഖ്യമന്ത്രി മിഷൻ സമുദ്രയുടെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വാദം ടാറ്റ ഗ്രൂപ്പ് തള്ളിയതോടെ വിവാദത്തിൽ വ്യക്തത വരുത്തേണ്ടത് വി.ഡി. സതീശൻ തന്നെയാണ്. റിപ്പോർട്ടർ, ദില്ലി.